ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ചായിരിക്കാൻ കർത്താവ് ഒരുക്കിയ നല്ല കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹീതമായ ഈ രാത്രികാലം ദൈവത്തിൻ്റെ ആത്മാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. തിരുവചനത്തെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹനിധികളെയും സർവശക്തനായ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്ന് രാത്രികാലത്തെ ചിന്ത, നിങ്ങളുടെ ഹൃദയം ഭയത്തിന് വിട്ടുകൊടുക്കരുത്. നിങ്ങളുടെ ഹൃദയം ഭയത്തിന് വിട്ടുകൊടുക്കരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ഹൃദയം ഭയപ്പാടിൻ്റെ മേഖലകളിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വചനം പഠിപ്പിക്കുന്നത് ഹൃദയം നിറഞ്ഞു കവിയുന്നതല്ലയോ വായി സംസാരിക്കുവാനിടയായിത്തീരുന്നത്. പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ പരാജയപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ വ്യാപരിക്കുന്ന ചില ഭയപ്പാടിൻ്റെ അനുഭവം കൊണ്ടാണ്. പലപ്പോഴും ജീവിത മേഖലകളിൽ നാം ഭയപ്പെടുന്ന സാഹചര്യം, മറ്റെന്തൊക്കെയോ ഭയപ്പെടുന്ന സാഹചര്യം, ഭവനത്തിൽ ഉള്ളതിനെയായിരിക്കാം, മറ്റുള്ളതിനെയായിരിക്കാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പുറകോട്ടൊന്ന് ഇറങ്ങി ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ പല സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഭയപ്പാടിൻ്റെ അനുഭവത്തിലേക്കാണ് കടന്നു പോകുവാനിടയായിത്തീരുന്നത്. ഓരോരോ വിഷയങ്ങൾ ജീവിത മേഖലയിൽ കൊണ്ടുവന്ന് ഭയപ്പെടുത്തിക്കൊണ്ട് ഹൃദയത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ജീവിത മേഖലയിൽ വന്ന് ഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അതിന് ആധാരമായിട്ട് ഒരു തിരുവചനം ഞാനിവിടെ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 27-ാമത്തെ സങ്കീർത്തനം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. അവൻ അടുത്ത വാക്യം വായിക്കുന്നു: എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. അപ്പൊ പലപ്പോഴും ജീവിതത്തിലെ ഭയപ്പാട് ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, എൻ്റെ ഹൃദയം ഇനി ഒരു വലിയ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ വന്നു ഭവിച്ചാലും, ഒരു വലിയ പ്രതികൂലം എന്നെ അലട്ടിയാലും എൻ്റെ ഹൃദയം ഭയപ്പെടുകയില്ല. ഞാൻ ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനിടയായിത്തീരണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് കാരണമെന്ന് പറയുന്നത് നമ്മുടെ ഭയപ്പാടാണ്. പലതിനെയും ഓർക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയമാണ്. പലതും ചിന്തിക്കുമ്പോൾ ജീവിതത്തിൽ ഭയമാണ്. ആമേൻ. എങ്ങോട്ട് തിരിഞ്ഞാലും ജീവിത മേഖലയിൽ ഭയമാണ്. എന്നാൽ സർവശക്തനായ ദൈവം നാം വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയം ഉറച്ചിരിക്കുവാൻ ഇടയായി തീരുന്നു എങ്കിൽ, ഭയത്തെ പുറത്തു കളയാൻ തയ്യാറാകുന്നു എങ്കിൽ സർവശക്തനായ ദൈവം നമ്മെ മാനിക്കുവാനിടയായി തീരും. ഇവിടെ ഈ വാക്യം വായിച്ചതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് നമുക്കറിയാം. പുറത്തു വലിയ പ്രതിസന്ധി, ഈ ശത്രുവിന്റെ ആക്രമണം, പുറത്തു വലിയ പ്രതിസന്ധി, ശത്രുവിന്റെ ആക്രമണം, അപകടം എന്ന് വേണ്ട പലവിധമാകുന്ന പ്രതികൂലങ്ങൾ, അകത്തെ പ്രശ്നമായാലും പുറത്തെ പ്രശ്നമായാലും അപകട മേഖലകളിലാണെങ്കിലും സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, ഭയപ്പെടാതെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ ഭയപ്പാടിനെ മാറ്റുന്ന ഒരു സർവശക്തനായ ദൈവം.
ഇവിടെ ദാവീദിന്റെ ജീവിതത്തെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പഠിപ്പിക്കുന്നത്. തന്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആമേൻ. അതുകൊണ്ട് ഭക്തൻ പറയുന്നത് ഇങ്ങനെയാണ്: സാഹചര്യങ്ങൾ കഠിനമായാലും വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുക. സാഹചര്യങ്ങൾ അതികഠിനമായാലും ജീവിതത്തിലെ വിശ്വാസം നഷ്ടപ്പെടരുത്. രണ്ടാമത് പറയുന്നു, ഭീഷണി കണ്ടാലും തളരാതെ ദൈവത്തിൽ ആശ്രയിക്കുക. ഭീഷണി, മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ഭീഷണിയുടെ വാക്കുകൾ, മറ്റുള്ളവരുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ആമേൻ ആ താഴ്ത്തലിന്റെ, ചവിട്ടിത്താഴ്ത്തലിന്റെ വാക്കുകൾ, ഭീഷണിയുടെ മുഴക്കങ്ങൾ, ഇതൊന്നും വന്നു ഭവിച്ചാലും നീ ഭയപ്പെടുവാൻ ഇടവരരുത്. കാരണം നീ മനുഷ്യനെയല്ല ആശ്രയിക്കേണ്ടത്, മനുഷ്യനല്ല ചെവി കൊടുക്കേണ്ടത്, സർവശക്തനായ ദൈവത്തിൽ ആശ്രയിക്കും ഇടയായി തീരണം. ആമേൻ. അടുത്തത് പറയുന്നു, മനുഷ്യശക്തിയിലല്ല ദൈവ സാന്നിധ്യത്തിൽ ഉറച്ചു നിൽക്കണം. മനുഷ്യന്റെ ശക്തിയിലല്ല, മനുഷ്യന്റെ വാക്കിനല്ല നാം ചെവി കൊടുക്കേണ്ടത്. മനുഷ്യശക്തിയിലല്ല നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത്, ദൈവത്തിന്റെ വാക്കിന് നമ്മൾ ചെവി കൊടുക്കുവാനിടയായി തീരണം. ആ സർവശക്തനായ ദൈവത്തെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്ത വാക്ക് ഇങ്ങനെ പറയുന്നു, ദൈവം എൻ്റെ ഒപ്പമുണ്ട്, അതുകൊണ്ട് ഞാൻ തകർന്നു പോകുകയില്ല എന്നൊരു ആത്മവിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. മനുഷ്യരാരുമല്ല എൻ്റെ കൂടെ ഉള്ളത്, ദൈവം എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട്, ദൈവത്തിന്റെ സാന്നിധ്യം എന്നോടൊപ്പം ഉണ്ടായതുകൊണ്ട് ആമേൻ ഞാൻ തകർന്നു പോകുകയില്ല. ആ ഒരു ആത്മവിശ്വാസം എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. അതിന് ഉദാഹരണമായിട്ട് 1-ാം വാക്യത്തിൽ തന്നെ, 27-ന്റെ 1-ാം വാക്യത്തിൽ തന്നെ പറയുന്നു, യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും. യഹോവ എൻ്റെ വെളിച്ചമായിരിക്കുന്നത് കൊണ്ട്, യഹോവ എൻ്റെ രക്ഷയായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം ഭയപ്പെടുവാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് നമ്മൾ തന്നെയാണ് ഒരു തീരുമാനമെടുക്കേണ്ടത്. നമ്മൾ ഒരു തീരുമാനമെടുത്താൽ പ്രതിസന്ധികൾ എങ്ങനെയെല്ലാം കടന്നു വന്നാലും, ഏതെല്ലാം തരത്തിൽ കടന്നു വന്നു കഴിഞ്ഞാലും നമ്മുടെ ജീവിതത്തിൽ ഭയം ഉണ്ടാകുവാൻ, ഭയപ്പെടുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കത്തില്ല. ആമേനോട് വായിച്ചത് നമ്മൾ ചിന്തിച്ചത്, സാഹചര്യങ്ങൾ ഒരുപാട് മാറി മറിയാം. ജീവിത സാഹചര്യങ്ങൾ ഭയപ്പെടുത്തത്തക്ക നിലവാരത്തിൽ ജീവിത സാഹചര്യങ്ങൾ നമ്മെ അലട്ടിയെന്ന് വരാം. അകത്തുനിന്നുണ്ടാകുന്ന പ്രതികൂലം, പുറത്തുനിന്നുണ്ടാകുന്ന ഭയപ്പാടിന്റെ പ്രതികൂലം, മനുഷ്യരാൽ ഉണ്ടാകുന്ന ഭയപ്പാടിന്റെ പ്രതികൂലം. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ വചനത്തിൽ കൂടി സങ്കീർത്തനക്കാരന് പറയാനുള്ളത്, സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ടായതുകൊണ്ട് ഒരു സൈന്യം എൻ്റെ നേരെ വന്നാലും, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പറ്റം പ്രതികൂലം എനിക്കെതിരെ വന്നാലും, സഹിക്കുവാൻ കഴിയാത്ത നിലവാരത്തിൽ ശത്രുവിന്റെ പ്രവർത്തനം എന്നെ അലട്ടിക്കഴിഞ്ഞാലും, അതെന്റെ ജീവിത മേഖലയിൽ തളർത്തുവാൻ നോക്കിയാലും ഞാൻ ഭയപ്പെടത്തില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്നത് ജീവനുള്ള സർവശക്തനായ ദൈവത്തെ ആകൊണ്ട് ആ ദൈവം ഞാൻ തളർന്നു പോകാൻ അനുവദിക്കുന്ന ദൈവമല്ല. ആ സർവശക്തനായ ദൈവം തന്റെ കരം താങ്ങി എന്നെ നിർത്തുവാനിടയായി തീരും. അതുകൊണ്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു, സങ്കീർത്തനക്കാരനിൽ കൂടി പഠിപ്പിക്കുന്നത്, സാഹചര്യം കഠിനമായാലും, എത്ര കഠിനമായാലും, ഓരോ ദിനചര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എത്ര കഠിനമായാലും, എത്ര പ്രതികൂലമായാലും, ഒരു വിശ്വാസം ഭക്തന്റെ ജീവിതത്തിലുണ്ട്. ഞാൻ ആശ്രയിക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയായിരിക്കുന്നത് കൊണ്ട് എൻ്റെ ഹൃദയം ഭയപ്പെടുവാൻ ഞാൻ അനുവദിക്കത്തില്ല. കാരണം മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യും? മനുഷ്യന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ശത്രുവിന് നമ്മെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. നാം ഭയപ്പെടാതെ ഹൃദയത്തെ അചഞ്ചലപ്പെടുത്താതെ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുക്കാം. ആ സർവശക്തനായ ദൈവം നമ്മെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണമിടയായി തീരും. അതിനായി ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കാം. ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രത്യാശയിൽ നിലനിൽക്കാം. ഈ ചിന്തകളാൽ
സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.